Hello friends, welcome to sajuskitchen. ഇന്ന് ഞാനിവിടെ ഒരു ഉപ്പുമാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ഈ ഉപ്പുമാങ്ങ. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങ കിട്ടാനും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞാനിവിടെ 5 പച്ചമാങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 5 എണ്ണമാണ് എടുത്തത്. ഇത് കുറച്ച് വലുതാണ്. ഇതിനേക്കാൾ കുറച്ചും കൂടി ചെറുത് കിട്ടുകയാണെങ്കിൽ അതെടുത്താൽ മതിയാകും. കൂടുതൽ ചെറുതാവുന്നതാണ് നല്ലത്. 6 അല്ലി വെളുത്തുള്ളി, ഒരു 6 7 കരിവേപ്പിൻ്റെ ഇല, പിന്നെ 6 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് എരിവ് കുറഞ്ഞ പച്ചമുളകാണ്, അതുകൊണ്ടാണ് 6 എണ്ണം എടുത്തത്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 3 എണ്ണം മതിയാകും. ഇത് ഞാൻ എരിവ് കുറഞ്ഞത് എടുത്തത് എന്താണെന്ന് വെച്ചാൽ പച്ചമുളകും കഴിക്കാമല്ലോ, ഉപ്പെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് എരിവ് കുറഞ്ഞത് എടുത്തത്. 1 ടേബിൾ സ്പൂൺ വിനാഗിരി, ഉപ്പ് ആവശ്യത്തിന്, 1 കപ്പ് വെള്ളം. ഞാനിവിടെ ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അതിൽ 3/4 ലിറ്ററോളം വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൽ മാങ്ങ പുഴുങ്ങി എടുത്തിട്ടാണ് നമ്മൾ ഉപ്പിലിടുന്നത്. വെള്ളം ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വെള്ളം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ മാങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുക. ഇതിൻ്റെ തൊലി കളർ മാറിയിട്ട് ഒരു ബ്രൗൺ കളറാവും. അതുവരെയാണ് വാട്ടേണ്ടത്. ബ്രൗൺ കളറിലേക്കാണ് വരേണ്ടത്. മാങ്ങയെല്ലാം ഇവിടെ വാടി വന്നിട്ടുണ്ട്. കളറെല്ലാം മാറി ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് വെള്ളം കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വെക്കാം. നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മാങ്ങയാണിത്. ഞാനിവിടെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാങ്ങയെല്ലാം ഇട്ട് കൊടുക്കാം. ഫുൾ മാങ്ങ ആയിട്ട് തന്നെയാണ് ഞാൻ ഇടുന്നത്. വേണമെന്നുള്ളവർക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന പച്ചമുളക്, വെളുത്തുള്ളി, കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാവുന്നതാണ്. അത്യാവശ്യം ഉപ്പ് വേണ്ടി വരും. പുളിയുള്ള സാധനം ആയതുകൊണ്ട് ഉപ്പ് അത്യാവശ്യം ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ എസൻസ് ഒഴിക്കുക. 1 കപ്പ് വെള്ളം ഒഴിക്കാവുന്നതാണ്. വെള്ളം ഇത്ര മതിയാവും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. മാങ്ങ എല്ലാം അലിഞ്ഞിട്ട് വെള്ളം വരുന്നതാണ്. അപ്പോൾ മാങ്ങ ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനെല്ലാം വളരെ ടേസ്റ്റിയാണ് ഉപയോഗിക്കാനായിട്ട്. ഒരാഴ്ച വെച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. മാങ്ങ എല്ലാം ഒന്ന് അലിഞ്ഞ് വരണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.